بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبه والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, തബാറക സൂറത്തിൽ കഴിഞ്ഞ ദിവസം കാലികവും പ്രസക്തവുമായ രണ്ട് ചോദ്യങ്ങൾ അള്ളാഹു നമ്മോട് ചോദിച്ചിരുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ആലോചിക്കാൻ, ചിന്തിക്കാനും ഖുർആനിൻ്റെ വക്താക്കളായ നമ്മോട് പ്രത്യേകിച്ച് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്. നമ്മളങ്ങനെ അറിയാതെ ചിന്തിക്കാതെ പോകരുത്. നമുക്കല്ലാഹു ബുദ്ധി തന്നത് നന്നായി ചിന്തിക്കാനാണ്. അവലം യറൗ ഇലത്വൈരി ഫൗഖഹും സ്വാഫാത്ത്. അവലം യറൗ ഇലത്വൈരി ഫൗഖഹും, അവർക്ക് മുകളിൽ പറക്കുന്ന പറവകളിലേക്ക് അവർ നോക്കിയിട്ടില്ലേ? കണ്ണുകൊണ്ടുള്ള നോട്ടം. പക്ഷികൾ പറക്കുമ്പോൾ എല്ലാവരും നോക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാന്നല്ല, കണ്ണുകൊണ്ടുള്ള നോട്ടം തന്നെ. ഖുർആനിൽ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് അവലം യറൗ എന്ന് വരുന്ന എല്ലാ സ്ഥലത്തും നോക്കാനല്ല, ചിന്തിക്കാനാണ്. പല സ്ഥലങ്ങളിലും ഇവിടെ നോക്കിയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാനാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരടയാളമാണ് അവലം യറൗ ഇലത്വൈരി. നോക്കി മനസ്സിലാക്കാനുള്ള ഇടത്ത് അല്ലാഹു തആല അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, ഇലാന്ന്. അതേ സമയത്ത് ഖൽബ് കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളിടത്ത് ഫീ എന്നിട്ടിട്ടുണ്ടാവും. അപ്പുറത്ത് ഫീ എന്നാണെങ്കിൽ അത് മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പല സ്ഥലങ്ങളിലും അങ്ങനെ കാണാൻ കഴിയും. ഈ ഇല എന്ന് ഇട്ട് വരാതെ തന്നെ അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവിടെ ഇല എന്നിട്ടിട്ടില്ല. അത് നോക്കി മനസ്സിലാക്കാനല്ല, ചിന്തിക്കാനാണ്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ. നാൽക്കാലികളെ സംബന്ധിച്ച് ഒട്ടകത്തെയും ആടുമാടുകളെയും പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ്. നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തത് അവരുപയോഗിക്കുന്നത് എത്ര നല്ല രൂപത്തിലാണ്. ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു, വാഹനമായിട്ട് ഉപയോഗിക്കുന്നു, പാലിന് വേണ്ടി ഉപയോഗിക്കുന്നു. വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. ഒട്ടകത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നുകൊണ്ടല്ലേ അതിന് പുറത്ത് കയറി സഞ്ചരിക്കുന്നു. ഒട്ടകങ്ങാനും അതിൻ്റെ വികൃതി
എപ്പോഴും പുറത്ത് കാണിക്കുന്ന രൂപമാണെങ്കിൽ ആർക്കതിന് മേലെ കയറാൻ പറ്റും? അള്ളാഹു പറഞ്ഞു, അതല്ലല്ലാഹാലഹും, നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് അവർ സഞ്ചരിക്കും. ഒമിൻഹായക്കുലൂൻ, ആ അൻആമിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു ചോദ്യമാണ്. അവലം മിറൗ അന്നാ ഖലഖനാലോ. ഇവിടെ മനസ്സുകൊണ്ട് മാത്രം ചിന്തിച്ചാൽ പോരാ, ആദ്യം കണ്ണോട് നോക്കണം. അവലം മിറൗ ഇല ത്വയ്രി, പറക്കുന്ന പറവകളിലേക്ക് നോക്കിയിട്ടില്ലേ? ഫൗഖഹും, അവർക്ക് മുകളിൽ. താഴെ നിൽക്കുന്ന ജനങ്ങളെ, മുകളിലൂടെ പോകുന്ന പറവകളെ നോക്കൂ. ആ പറവകൾ ഏതൊരു ഭാഗത്തേക്കും കണക്ഷൻ കൂടാതെയാണ് പറക്കുന്നത്. ഒരു ഭാഗത്തേക്കും അതിന് കണക്ഷൻ ഇല്ല. എവിടേക്കാണ് അതിൻ്റെ ചിറക് കെട്ടി വെച്ചിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണത് പറക്കുന്നത്? സോഫാത്ത്, രണ്ട് രൂപത്തിലാണ്. സോഫാത്തിൻ വയഖ്ബിദുന, ഒന്ന് സോഫാത്തിൻ, അതിൻ്റെ ചിറകുകളൊക്കെ വിശാലമാക്കി പരത്തിയിട്ടാണത് പറക്കുന്നത്. ബാസിത്താത്തിൻ അജ്നിഹതഹുന്ന ഫിൽ ജവ്വി ഇൻദ ത്വയറാനിഹ, പറക്കുമ്പോൾ അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വിശാലമാക്കി വെച്ച് അത് പറക്കുന്നു. വയഖ്ബിദുന, ചിറകുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടും പറക്കുന്നുണ്ട്. അതെവിടുന്ന? അത് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്കോ മുകളിൽ നിന്ന് താഴോട്ടൊക്കെ പറക്കുമ്പോൾ അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് ഈ ആകൃതിയിൽ പറക്കുന്ന വാഹനത്തിനും ത്വാഇറ എന്ന് പേര് വെച്ചത്. പുതിയ പേരുണ്ടോ? ഇല്ല. ആ സ്ഥലത്തിന് മത്താർ എന്ന് പേര് വെച്ചത്, അവിടെയുള്ള സംവിധാനങ്ങൾക്ക് ത്വയറാൻ എന്ന് പേര് വെച്ചത് അതുകൊണ്ടാണ്. അത് പറക്കുന്ന സ്ഥലമാണ്. അതിനുമില്ലേ ചിറക്? അല്ലാഹു തആല പറക്കുന്ന ജീവിക്ക് എന്തെല്ലാം സംവിധാനം കൊടുത്തിട്ടുണ്ടോ അതേ സംവിധാനങ്ങൾ കോപ്പി അടിച്ചതല്ലേ. വേറെ എങ്ങനെ ഉണ്ടാക്കുന്നത്? വേറെ കഴിയില്ല. കപ്പൽ നിങ്ങൾ നോക്കൂ, മത്സ്യത്തിന്റെ അടിഭാഗം പോലെയാണ്. ചതുരാംഗത്തിൽ ഒരു കപ്പലും കടലിൽ ഓടൂല, ഓടാൻ കഴിയില്ല. അത് കുറച്ചോടിയാൽ കഴിഞ്ഞു കഥ. കപ്പലിന്റെ അടിഭാഗം മത്സ്യത്തിന്റെ അടിഭാഗം പോലെയാണ്. അതെങ്ങനെ കാണാം? നമ്മൾ കണ്ടതാ. എങ്ങനെ? നങ്കൂരമിടുന്നിടത്ത്, കപ്പൽ നങ്കൂരമിടുന്നിടത്ത് ബോട്ടിൽ പോയി നോക്കിയത്. അപ്പൊ ആ കപ്പൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തിരക്കനുസരിച്ച് ഇങ്ങനെ തള്ളുമ്പോ അതിന്റെ അടിയിലെ ഭാഗം കുറച്ചിങ്ങനെ ലോഹിറാകും, വെളിവാകും. അതിന്റെ അടിഭാഗം എങ്ങനെയാ? എങ്ങനെയാണോ മത്സ്യത്തിന്റെ അടിഭാഗം, അത് നീന്തുമ്പോൾ അതേ അടിഭാഗം. അല്ലാതെ കഴിയൂല, ഒപ്പിടിച്ചാണ്. അല്ലാഹു തആലാന്റെ ഖൽഖിൽ നിന്നുള്ള പകർപ്പാണിത്. എന്നിട്ട് മനുഷ്യൻ സ്വന്തം അവകാശപ്പെടുകയാണ് അങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ. ഒന്നുമല്ല. നിങ്ങൾ നോക്കൂ, ആ പറക്കുന്ന വാഹനത്തിന് എന്തെല്ലാം പേര് വെക്കാം? ഇല്ലല്ലോ. അല്ലാഹു തആല ഇട്ടുകൊടുത്ത ത്വയ്ർ എന്ന് പറയുന്ന ഈ ധാതുവിൽ നിന്ന് വന്ന പേരല്ലേ. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പറക്കൽ, പറവകൾ. അതിൽ നിന്നുള്ള അതേ പേര് തന്നെയാണ് ഇട്ടുകൊടുത്തത്. അതിനുണ്ടല്ലോ ചിറക്. അത് വിടർത്തുന്നു, താഴ്ത്തുന്നു. രണ്ട് സ്വഭാവമില്ലേ? രണ്ട് സ്വഭാവം നമ്മൾ കാണുന്നില്ലേ? നേർക്ക് നേരെ കാണുന്നുണ്ടല്ലോ. ഇത് ചിന്തിക്കാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി, കഴിവിനെ പറ്റി ചിന്തിക്കാനുള്ള വലിയ ഒരു താക്കീതാണ് സൂറത്തുൽ മുൽക്കിലൂടെ. അവലം യറൗ ഇല ത്വയ്ർ. അല്ലാഹു തആല ഇല്ലാന്നോ? അല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ശക്തി ലോകത്തില്ല എന്നാണോ പറയുന്നത്? അവിടെ ചോദ്യം എന്താണെന്നറിയോ? ആരാണ് ഈ പറവകളെ ഈ രൂപത്തിൽ നിയന്ത്രിച്ചു വിടുന്നത്? ആരും ഇല്ലാതെ സ്വന്തമായി പോകാനുള്ള കഴിവുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഈ പക്ഷികൾക്കൊക്കെ യഥേഷ്ടം അങ്ങനെ പോകാനുള്ള കഴിവുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് കഴിയില്ല. പറത്തുന്ന പറവകൾക്ക് വേറെ ആരുടെയും ഒരു സ്വാധീനം ഒന്നുമില്ലാതെ സ്വന്തമായിട്ട് പോകാനുള്ള കഴിവാണ് എന്ന് പറഞ്ഞാൽ അതൊരു നിലക്ക് സമ്മതിക്കാൻ കഴിയും. എന്തേ സമ്മതിക്കാൻ കഴിയാത്തത്? അത് പറക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ശൈലി സ്വീകരിക്കുന്നു. സ്വന്തമായിട്ടാണെങ്കിൽ ഇത്ര അകലം പറന്നു പോകൂല. എത്ര അകലാണ് പറന്നു പോകുന്നത്? തിരിച്ചു കൂട്ടിലേക്കെത്താൻ വഴി മറക്കുന്നില്ല. മുകളിലൂടെ എന്ത് റൂട്ടാള്? താഴെയുള്ള അടയാളം വെച്ച ബോർഡ് വെച്ച റൂട്ടിലൂടെ പോയിട്ട് നമ്മൾ തെറ്റാണ്. താഴെ സിഗ്നൽ ബോർഡൊക്കെ വെച്ച്
ഒന്നല്ല രണ്ടും മൂന്നൊക്കെ ബോർഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് കണക്കിന് പറഞ്ഞ് അതിന്റെ മാപ്പും കയ്യിൽ പിടിച്ചു പോകുന്ന നമ്മൾ, നല്ല കണ്ണുകൊണ്ട് തുറിച്ചു നോക്കുന്ന നമ്മള്, വിശേഷ ബുദ്ധിയുള്ള നമ്മൾ തെറ്റിപ്പോവുകയാണ്. പക്ഷി അതിന്റെ കൂട് എത്ര അകലത്തേക്ക് പോയാലും തെറ്റൂല, കറക്റ്റ് വരും. എന്തൊരു കഴിവാണ് അല്ലാഹു തആല കൊടുത്തത്. ഈ മുകളിലൂടെ പറക്കുന്ന പക്ഷികളെ മുഴുവൻ അല്ലാഹു തആല വെച്ചത് അല്ലാഹു തആല ഉണ്ട് കേട്ടോ, അത് ശരിക്കും മനസ്സിലാക്കാനാണ്. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ചോദ്യത്തിന്റെ ഉത്തരമാണ് മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. പക്ഷികളിലേക്ക് നോക്കിയിട്ടില്ലേ? നോക്കിയിട്ട് അവർ ചിന്തിച്ചിട്ടില്ലേ എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് ഈ വാലും ഈ തൂവലൊക്കെ വിടർത്തിയിട്ടും ചുരുട്ടിയിട്ടൊക്കെ വ്യത്യസ്ത രൂപത്തിലാണല്ലോ പക്ഷികൾ പറക്കുന്നത്. വെള്ളത്തിൽ ഒരു മനുഷ്യൻ നീന്തും പോലെ, വെള്ളത്തിലുള്ള നീന്തല് നിങ്ങൾ നോക്ക്, കാലും കൈയും നീട്ടിയിട്ടുമുണ്ട് ചുരുട്ടിയിട്ടുമുണ്ട്. അല്ലേ? കാലിങ്ങനെ കാലിട്ട് അടിച്ചിട്ട് ഒരു നീന്തലുണ്ട്. കാലും കൈയും ഇങ്ങനെ ഇട്ട് അടിച്ച് നീന്തുമ്പോ അങ്ങനെ തന്നെ നീന്താൻ അറിയില്ലെങ്കിൽ ആൾക്കാർ പറയും ഓ പെണ്ണുങ്ങളെ നീന്തല അങ്ങനെ പറയും. കാല് അടിക്കാതെ കൈകൊണ്ട് മാത്രം തുഴഞ്ഞിട്ട് നീന്തൂല. നിങ്ങളാരും നീന്തൽ പഠിച്ചിട്ടില്ലേ? അതാ വെള്ളം നീന്തൽ പഠിച്ചോളി, സുന്നത്താണ്. വെള്ളം കുറവുള്ള സമയത്തൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഒരു പഠനം അതാണ്. ഏറുള്ള സമയത്തല്ലേ അപായം ഉണ്ടാക്കരുത്. കുട്ടികൾക്ക് രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ട പഠനങ്ങളിൽ ഇസ്ലാം പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒന്നാണ് അസ്സിബാഹ, നീന്തൽ. നീന്തല് അവർക്ക് പഠിപ്പിക്കണം, സുന്നത്താണ്. കിതാബത്ത് അവരെ പഠിപ്പിക്കണം, അത് സുന്നത്താണ്. അതേ രൂപത്തില് അവരെ പഠിപ്പിക്കേണ്ട ഒന്നാണ്. അപ്പൊ അതിന് ആവശ്യം ഉണ്ടാവൂല റിമായ അമ്പെയ്ത്ത്. എങ്ങനെ വല്ല മത്സരം പഠിപ്പിക്കാം, മത്സരത്തിൽ ജയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, സുന്നത്തല്ലേ. അമ്പെയ്ത്ത് മത്സരം പഴയ കാലത്തുണ്ടായിരുന്നു. അമ്പെയ്ത്ത് മത്സരത്തിന് വേണ്ടി അമ്പെയ്ത് പഠിക്കാൻ ഒരുങ്ങിയ കുറച്ച് ആളുകള് അവരമ്പെയ്ത് പഠിക്കുന്നത് ഒരു കിളിയെ ഫിറ്റ് ചെയ്തുണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ പറഞ്ഞു, റൂഹുള്ളതിനെ ഉന്നമാക്കി വെക്കരുത്. ജീവുള്ളതാണല്ലോ അത്. അപ്പൊ ഒരു കിളിയിലേക്ക് അമ്പെയ്യാണ്, അത് മത്സരത്തിന് പഠിക്കുകയാണ്. നിങ്ങൾ മരം സ്വീകരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുറ്റോ അല്ലെങ്കിൽ ഒരു കുന്നോ ഒരു ഉയർന്ന സ്ഥലമൊക്കെ സ്വീകരിച്ചു. ഒരിക്കലും റൂഹുള്ളതിനെ ഉന്നമാക്കി വെക്കാൻ പാടില്ല. അത് ക്രൂരതയാണ്, അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഒരു കിളിയെയോ ഒരു പൂച്ചയെയോ നായക്ക് കെട്ടിയിട്ട് അതിന് ഉന്നം വെക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മൾ ചിലപ്പോ ഞമ്മക്കും ഉണ്ടാവും ചിലപ്പോ ഒരു ഇര കൊടുത്തിട്ട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. ഇരക്ക് വേണ്ടിയിട്ട് ജീവനില്ലാത്തതിനെ സ്വീകരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പൊ ചിലര് പറയും ഉസ്താദേ അതിന്റെ ഭക്ഷണല്ലേ, കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ഒന്നിനെ കൊന്നിട്ട് ബാക്കിയുള്ളതിന് അത് ഒരു ഇരയാക്കി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ പൊതുവെ. അതത്ര ശരിയല്ല. ഇപ്പോ വലിയ വേട്ടക്കാരായ ആളുകളൊക്കെ വലുതിനെ പിടിക്കാൻ ചെറുതിനെ കൊന്നിട്ട് അതിനെ തൂക്കിക്കൊടുക്കുക, കെട്ടിക്കൊടുക്കുക. അത് ഭക്ഷണമായിട്ട് അത് പിടിക്കുന്ന ഇര, അത് ഭക്ഷണം, അത് സ്വീകരിക്കുന്നത് വേറെയാണ്. നമ്മൾ കൊന്ന് കെട്ടിക്കൊടുക്കുമ്പോൾ വേറെയാണ്. നമ്മളെ ഇവിടെയാണ് ഒരു പക്ഷേ ഈ ചൂണ്ടലേരും മറ്റൊക്കെ ഈ കുറച്ചൊക്കെ ഹർക്കത്തുള്ളതിനെ കൊടുക്കുന്നത്. ശരിക്കും മീൻ പിടിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനല്ല. അവര് ഇപ്പോ കപ്പലിൽ മീൻ പിടിക്കലുണ്ടല്ലോ, അതിന്റെ ഇര എന്താന്ന് വെച്ചാല് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്. ആ സാധനം വെള്ളം ഇളകുന്നതനുസരിച്ച് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കട്ടി കുറഞ്ഞ ഒരു സാധനം. അത് കണ്ടാല് നമ്മളെ പൂവങ്കോയിന്റെ ചിറക് പോലെ തോന്നും, അല്ല ചോന്നിട്ട് ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ മിന്നിക്കളിക്കും, അത് വന്ന് കളിക്കും, അതവിടെ തന്നെ ഉണ്ടാവും, പോവൊന്നുമില്ല. വലിച്ചെടുത്ത് അവര് കപ്പലിലേക്ക് ഈ മീൻ ഇങ്ങനെ വലിച്ചെടുത്ത് അതങ്ങോട്ടിട്ട് പിന്നെ അടുത്തിടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കും എന്താണ് ഇവർ കെട്ടി വെച്ചിരിക്കുന്ന ഇരാൻ. തൊട്ട് നോക്കുമ്പോ അതൊരു റബ്ബറിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഒരു ചെറിയ വസ്തുവാണ്, ഉന്നമായി കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ ഇത് ഇരയായിട്ട് അല്ലാഹു തആല പഠിച്ചതുകൊണ്ട് അതങ്ങനെ നിന്നോട്ടെ എന്ന് പറയും. ഈ പക്ഷികളിലേക്ക് നമ്മൾ കണ്ണും തുറപ്പിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ വലിയ ഖുദ്റത്താണ് ബോധ്യപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഒരു കണക്ഷൻ ഇല്ലാതെ ഒന്നുകൊണ്ടും നിങ്ങൾ നോക്കി വീണുപോകാതെ കറക്റ്റായി പറക്കുന്നു, കറക്റ്റായി ഇറങ്ങുന്നു. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. അന്തരീക്ഷത്തിൽ അവരെ പിടിച്ചു വെക്കുന്നതും അവര് വിശാലമായി പറക്കുമ്പോഴും അതുപോലെ തന്നെ കാലുകളും കൈകളൊക്കെ ചുരുട്ടിയിട്ട് അവർ പറക്കുമ്പോഴും അവരെ പിടിച്ചു വെക്കുന്നില്ല ഇല്ലർ റഹ്മാൻ, റഹ്മാനായ റബ്ബല്ലാതെ. റഹ്മാനായ റബ്ബിന്റെ വിശാലതയാണ് അവിടെ. നിങ്ങൾ നോക്കൂ, റഹ്മാൻ എന്ന വാക്ക് പ്രയോഗിക്കാനുള്ള കാരണം തന്നെ നിങ്ങൾക്കും അല്ലാഹു തആല ഭക്ഷണം തരുന്നത് വിശ്വസിക്കാത്തവരെ അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ്. അനുസരിക്കാത്തവരെ നിങ്ങൾക്കും അല്ലാഹു ആരോഗ്യം തരുന്നത് നിങ്ങളെ സമ്മതിച്ചിട്ടല്ല, അല്ലാഹു റഹ്മാനായതുകൊണ്ടാണ്. ഈ റഹ്മാൻ എന്നുള്ള പ്രയോഗമാണ് മക്കക്കാർക്ക് തീരെ കേട്ടുവിടാത്തത്. അവര് പറയും ഞങ്ങൾക്ക് ആകെ ഒരു റഹ്മാനെ പരിചയമുള്ളൂ, അത് യമാമയിലെ റഹ്മാനാണ്. മുസൈലിമക്ക് അവരങ്ങനെ പേര് വിളിച്ചിരുന്നു, റഹ്മാനുൽ യമാമാൻ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവര് മാറി വിളിച്ചതാണ്, അക്ഷരങ്ങൾ മാറിയതാണ്. ശൈത്വാനുൽ യമാമാന്നാ വിളിക്കേണ്ടത്. ഓ മുസൈലിമ കള്ളപ്രവാചകനാണല്ലോ, അങ്ങനെയാണ് അത് വിളിക്കേണ്ടത്. പക്ഷെ അവർക്ക് മാറിപ്പോയത്. യമാമയിലെ റഹ്മാൻ എന്ന് ഇവനെ വിളിച്ച് അവന് വലിയ സമ്പത്തും സ്വാധീനം ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് അവർ പേര് വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ റഹ്മാൻ അറിയില്ല. അതുകൊണ്ടാണ് ഉസ്ജുദൂലുർ റഹ്മാൻ, നിങ്ങൾ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കാലു അവർ ചോദിച്ചു അമർ റഹ്മാൻ, എന്താണ് ഈ റഹ്മാൻ? മക്കക്കാരെ ചോദ്യമാണ് ഒമർ റഹ്മാൻ, നിങ്ങൾ റഹ്മാന് സുജൂദ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞില്ലേ, എന്താണ് ഈ റഹ്മാൻ? അല്ലാഹു തആല പറഞ്ഞു റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ വലിയ സിഫത്തിനെ അവർ നിഷേധിച്ച് ചെറുതാക്കി. അല്ലാഹു തആല റഹ്മാനായ റബ്ബാണ്. ഈ പക്ഷികൾക്ക് ഈ ചലനവും ഈ വിശാലമായ പറക്കാനുള്ള അവസരവും തായോട്ട് വരാനുള്ള കഴിവും അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. അതിനെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് അല്ലാഹു തആലാന്റെ ഖുദ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ അവിടെ എമ്പാടും ഉണ്ട്. അല്ലാഹുവിന്റെ കഴിവ് നോക്ക് നിങ്ങൾ. മനുഷ്യൻ ഇന്ന് ഒരു പേടകത്തിന്റെ പിന്നാലെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കോടി ചെലവിലാ പോയത്? കോടിക്കണക്കിന് ചെലവിൽ ചാന്ദ്രയാനിൽ പോയി, ചന്ദ്രനിൽ പോയി. ചാന്ദ്രയാൻ 2 അത് ഫോട്ടോ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കോടി ചെലവാണ്. ഒരു ചെറിയ മുടയിൽ നിന്ന് വിടർന്ന് പിരിഞ്ഞുണ്ടായി ചെറിയ തൂവലും ചിറകും വെച്ച ഒരു കിളി എത്ര അകലത്തേക്കാ പറക്കുന്നത്? എന്ത് ചെലവാള്! നമ്മളെ കൂട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു കിളി എന്ന് കൂട്ടിക്കോളും, എത്ര അകലത്തേക്കാ പറക്കുന്നത്. മെസ്സേജ് കൊണ്ടുവരാനുള്ള കഴിവ് അതിനുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മെസ്സഞ്ചർ തന്നെ ഒരു പക്ഷിയല്ലേ, ഹുദ്ഹുദ് എന്ന പക്ഷിയല്ലേ. എന്താണ് ഞാൻ ഹുദ്ഹുദിനെ നോക്കി കാണാത്തത്? സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സദസ്സിലിരുന്നാൽ അവിടെ ഉണ്ടാകും ഈ സന്ദേശവാഹകനായ ആള്. അപ്പൊ എന്താണ് മൂപ്പരെ കാണാത്തത്? അംകാന മിനൽ ഗായിബീൻ, അയാൾ എവിടേക്കെങ്കിലും മറിഞ്ഞോ? ഹുദ്ഹുദ് എവിടേക്കെങ്കിലും മറിഞ്ഞിട്ടുണ്ട്? എന്റെ സമ്മതല്ലാതെ എവിടെയെങ്കിലും പോയി നേരം വൈകിയാലോ അദ്രിബന്നഹു അദാബൻ ശദീദ. രാജാവായ സുലൈമാൻ നബി അലൈഹി സ്വലാം പറയാണ്, പെർമിറ്റ് ഇല്ലാതെ പോയിട്ട് വെറുതെ നേരം വൈകിയാൽ വെറുതെ നിൽക്കാനുള്ളതല്ലോ ദുനിയാവ്, ഡ്യൂട്ടി ചെയ്യാനുള്ളതല്ലേ, ഞാൻ കടുത്ത ശിക്ഷ ശിക്ഷിക്കും. അല്ലെങ്കിൽ അയാളെ അറുക്കും, ഞാൻ ഹുദ്ഹുദിനെ അറുക്കും. എന്തിനാണ് അയാൾ പോയത്? ഏറെ വൈകാതെ ഹുദ്ഹുദ് തിരിച്ചു വന്നപ്പോൾ വലിയൊരു വർത്തമാനം, ഒരു മെസ്സേജാ പകർന്നത്. അങ്ങനത്തെ മെസ്സേജ് ഒന്നും ഒരു പേടകം വരെ കൊടുക്കുക. എന്താണ് ഹുദ്ഹുദ് പകർന്നത്? ഞാൻ ഒരു നാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു രാജ്ഞിയും ആ രാജ്ഞിയെ അംഗീകരിക്കുന്ന കുറെ ആളുകളുമുണ്ട്. യസ്ജുദൂന ലിശംസ്, അവർ സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെ ആരാധിക്കുന്ന ഒരു ടീമുണ്ട്. ഞാൻ അവരെ കണ്ടുവന്നതാണ് നിങ്ങളോട് ആ വിഷയം പറയാൻ വേണ്ടിയിട്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു,
അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളൊരു മെസ്സേജ് അവർക്ക് കൊടുക്കുക, ഇദ്ഹബ് കിതാബി ഹാദാ ഫഅൽഖിഹി ഇലൈഹി. കത്ത് കൊടുത്തയക്കുന്നു. നിങ്ങൾ നോക്കി, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് എത്ര സൗകര്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മെസ്സഞ്ചറായി വർത്തിച്ചത് ആ ഹുദ്ഹുദ് എന്ന പക്ഷിയാണ്. കത്ത് ഇവിടെ നിന്ന് എടുക്കുന്നു, കറക്റ്റായി അവിടെ കൊണ്ടുപോയി ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കത്തിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. ആ കത്ത് കിട്ടിയപ്പോൾ ആ കത്തിലെ വരി കണ്ട് രാജ്ഞിയും കൂട്ടരും ആകെ നെട്ടിവറച്ചുപോയി. കാരണം കത്തിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫ്രം അഡ്രസ് വായിച്ചിട്ട് പറഞ്ഞു, ഇത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കത്താണ്. കത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്തിൽ അങ്ങനെ എഴുതാനാണ്. അപ്പൊ കത്ത് വായിക്കുന്ന ആള് മുസ്ലിം വായിക്കണോ? ഇല്ല. കത്ത് വായിച്ചാൽ അപ്പൊ മുസ്ലിം ആയില്ലല്ലോ, പിന്നല്ലേ. അപ്പൊ കത്തില് ബിസ്മില്ലാഹിർ റഹ്മാൻ എങ്ങനെ എഴുതാനാണ്? കുഴപ്പമില്ല. ആ കത്ത് കൈമാറി ഇങ്ങനെ വരും, പലരുടെ കയ്യിലും. എല്ലാ ആൾക്കാരും എല്ലാ പോസ്റ്റ്മാൻമാരും അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ട്, ഇല്ലല്ലോ, കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തലക്കെട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അല്ലാ തഅലു അലയ്യ, ധിക്കാരൊന്നും കാണിക്കേണ്ട, ബൗത്തൂനി മുസ്ലിമീൻ, മുസ്ലിമായിട്ട് ഇങ്ങോട്ട് പോരി. അത്രേ കത്തിന് നിർദ്ദേശമുള്ളൂ. വലിയ രാജ്ഞിയൊക്കെ തന്നെ ശരി, സംഗതി ശരി തന്നെ, ഞാൻ വലിയ രാജാവാണ്. അതുകൊണ്ട് പോക്കിർത്താനൊന്നും കാണിക്കാൻ നിൽക്കേണ്ട, ധിക്കാരൊന്നും കാണിക്കേണ്ട, മുസ്ലിമായിട്ട് ഇങ്ങോട്ട്. ഈ വരി കണ്ടിട്ടാണ് ബിൽഖീസ് രാജ്ഞിയും കൂട്ടരും പേടിച്ചുപോയത്. ആ ഹുദ്ഹുദ് ചിന്തിക്കുന്നു, എന്താണ് ഇവരെ ജവാബ്. പക്ഷി ചിന്തിച്ച് ആലോചിച്ച് പറയുന്നത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്ക് കൊടുക്കേണ്ട സന്ദേശം നമ്മളൊരു കുറച്ച് സംഭാവനകളൊക്കെ സ്വരൂപിച്ച് സുലൈമാൻ നബിക്ക് അങ്ങോട്ട് കൊടുത്തേക്ക്. എന്നാ പിന്നെ പണത്തിൽ മൂപ്പര് വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ പ്രശ്നം ഉണ്ടാവൂല. അത് കാര്യം പറയുന്ന ആളെ എപ്പോഴും ശബ്ദം അടപ്പിക്കാൻ ലോകത്ത് എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. ഒരാൾ കാര്യം പറയുന്ന ആളാണ്, അയാളെ കൊണ്ട് ശല്യാണെന്ന് കണ്ടാൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യും? കാശ് കൊടുത്ത അയാളെ വായടപ്പിക്കും. അപ്പൊ കാശ് കൊടുത്തയച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതുമിദ്ദൂനനി ബിമാൽ, ഓ സമ്പത്ത് തന്നിട്ടാണോ എന്നെ മയക്കുന്നത്? ഫമാ ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാകും, നിനക്ക് അല്ലാഹ് തന്നതിനേക്കാൾ വളരെ കൂടുതൽ അല്ലാഹ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദിയ തിരിച്ചു കൊണ്ടുപോകണം, സ്വീകരിക്കൂല. കാരണം ഹദിയ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞത് മുസ്ലിമായി വരാൻ കഴിയൂല, തൽക്കാലം ഈ കാശ് കൊണ്ടങ്ങ് തൃപ്തിപ്പെടണം എന്ന് പറയാൻ അതിന് കഴിയൂല, തിരിച്ചു വയ്ക്കൂ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ എന്നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്. നിങ്ങളെ കൊട്ടാരവും നിങ്ങളെ ആളുകളെയൊക്കെ ഒന്ന് കണ്ട് ഒരു ഉത്ബോധനം നടത്താൻ, പ്രബോധനം നടത്താൻ അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ. അപ്പൊ രാജാവും സൈന്യവും നാട്ടിലേക്ക് വന്നാൽ എന്തു സംഭവിക്കും എന്ന ആ ഒരു പേടി കൊണ്ടാണ് രാജ്ഞിയും കൂട്ടരും തിരിച്ചിങ്ങോട്ട് വന്നത്. ആ വരവ് ആ രാജ്ഞിയുടെ ഇസ്ലാം ആശ്ലേഷത്തിന് വലിയ കാരണമായി. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ മെസ്സഞ്ചറായി പ്രവർത്തിച്ചത് പക്ഷിയാണ്. പക്ഷിയെ അല്ലാഹു തആല അതിന് കഴിവ് കൊടുത്ത് പക്ഷിയെ വിടുകയാണ്. നമുക്കും പക്ഷികൾ ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു തരും. നിങ്ങൾ നോക്ക്, എവിടെങ്കിലും നമ്മൾ കൊണ്ടുപോയി ഒരു യെല്ലോ മുള്ളോ ഇട്ടാൽ അത് എടുക്കാൻ നമ്മൾ ആരെയും വിളിക്കണ്ട, എത്ര പെട്ടെന്നാണ് പക്ഷികൾ പറന്നെത്തുന്നത്. ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് എല്ലും മുള്ളും ഒക്കെ നമ്മൾ പുറത്തേക്ക്, ഇങ്ങനെ വീട്ടിന്റെ പുറത്തേക്ക് വെച്ചാൽ കാക്കയും മറ്റു പക്ഷികളൊക്കെ എത്ര പെട്ടെന്ന് എത്തിയത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരാൻ. പാത്രം കൊണ്ടേക്കോളൂ, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചു, നിങ്ങൾ പാത്രം കൈക്ക് എടുത്തു വെച്ചോളൂ. ആരാപ്പ അവരെ വിളിച്ചത്? അവർക്കുള്ള റിസ്ക് അവിടെ ഉണ്ട് എന്ന് ആരാ അറിയിച്ചത്? അല്ലാഹു തആല. അല്ലാഹു തആല ആ പക്ഷികൾക്ക് നൽകിയ മുന്നർ തിരിച്ചറിവ് ചെറുതല്ല. പഴങ്ങൾ പഴുത്തിട്ടുണ്ടോ എന്ന് പുറത്തുനിന്ന് അറിഞ്ഞിട്ട് കൊത്താനുള്ള ഒരു കഴിവാണ്. കണ്ടാൽ പച്ചപ്പാണ്, പക്ഷെ ഉള്ളിൽ അത് പഴുത്തിട്ടുണ്ട്. പഴുക്കാതെ അതിനെ കൊത്തിയാൽ അതിനെ വേദനിപ്പിക്കലാണ്, അത് വിഷമിപ്പിക്കലാവും. പഴുത്തതിൽ മാത്രം കൊത്തുക, കൊത്തിയിട്ട് വേണ്ട റിസ്ക് സ്വീകരിച്ചു പോവുക. ഏറെ ദുൽമൊന്നുമില്ല.
അഥവാ ആ കൊത്തുന്ന പഴം തായോട്ട് വീണാൽ പിന്നെ അതിമൽ കൂടിയിട്ട് ബാക്കി അവിടുന്ന് തിന്ന. നമ്മൾ തായോട്ട് വീണ അത് പോട്ടെ അടുത്തെടുക്കുക. കൊത്തിക്കൊണ്ടിരിക്കുന്ന എല്ല് നിങ്ങൾ ശ്രദ്ധിച്ചു കൊത്തിക്കൊണ്ടിരിക്കുന്ന എല്ല്, ആ എല്ലിലുള്ളത് പൂർത്തിയാകാതെ തായോട്ട് വീണാൽ തായോട്ട് പറക്കും. തായോട്ട് പറഞ്ഞ് അതെടുത്ത് അതിലുള്ള ബാക്കിയുള്ളതൊക്കെ കൊത്തി റെഡിയാക്കി ഒഴിവാക്കും. അങ്ങനെയാണ്. പക്ഷേ അല്ലാഹു തആല ഈ ഉമ്മത്തിലും ഒരു മെസ്സേജായി അയച്ചിട്ടില്ല. കാക്ക നമ്മളെ ഗുരുവാണ് മനുഷ്യന്റെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കാക്കയെ പറ്റി ചിന്തിച്ചു വല്ലാത്തൊരു ചിന്ത. മഹാനവറുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഒരു കാക്ക ധൈര്യത്തോടെ ഉള്ളിലേക്ക് വന്നു. കാക്ക അങ്ങനെ വരുമോ? കാക്ക ഇങ്ങനെ കാണിച്ച കാക്ക പാറും. അത്രയും വലിയ പേടിയുള്ള ഒരു ജീവി വേറല്ല. അപ്പൊ ഈ കാക്ക ധൈര്യത്തോടെ തീന്മേശയിലേക്ക് വന്നു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു നോക്കുന്നു, കാക്ക ഇങ്ങനെ വരാറില്ലല്ലോ. വന്നിട്ട് ഒരു പത്തിരി ഒന്നല്ല, കാക്കക്ക് ഭക്ഷിക്കാനാണെങ്കിൽ ഒന്നെടുത്ത് പറഞ്ഞാൽ മതി. ഒരു 4-5 പത്തിരി ഒന്നാകെ വിശാലമായിട്ട് തന്നെ കൊത്തിപ്പിടിച്ച് വളരെ ബുദ്ധിമുട്ടോടുകൂടെ സാഹസികമായി കാക്ക കൊണ്ടുപോകും. മഹാനവറുകൾ പുറത്തിറങ്ങി. ഇത് കാക്ക എന്താ ചെയ്യുന്നത്? അടുത്തുള്ളൊരു മരച്ചില്ലയിൽ പോയി ഇരുന്നു. പക്ഷേ തന്റെ ചിറക് കൊണ്ട് അത് മുറുകെ പിടിച്ച് കൊത്തിവലിക്കുന്നുണ്ടോ? ഇല്ല. പറന്നപ്പോൾ മഹാനവറുകളും അതിന്റെ പിന്നാലെ പോയി. അതാണ് അവലം മെറോയിലത്തൊക്കെ പറഞ്ഞ്, ഒരു പക്ഷിയൊക്കെ അങ്ങനെ പോകുമ്പോ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാകും, വെറുതെ പോകൂല. മഹാനവറുകൾ പിന്നാലെ പോയി. കാരണം ഇത് അതിന് ഭക്ഷിക്കാനല്ല എന്നതിന്റെ ഒരു തെളിവെന്താ? ഇത്ര തോന ഭക്ഷണം അതിന് വേണ്ട, ഒന്ന് കുറച്ച് മതിയല്ലോ. പിന്നെയോ ഇനി ഭക്ഷിക്കുകയാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്കോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ തന്നെ അടുത്ത എവിടെയെങ്കിലും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ സുഖമാണ്. അതാണ് ഒരു ലോഡ് കണക്കിനുണ്ടേലും. അപ്പൊ അതങ്ങനെ പറക്കാണ്. മഹാനവറുകളും അതിന്റെ പിന്നാലെ വാഹനം എടുത്തു പോയി. ഒരു കുന്നിന് മുകളിലേക്ക് അതങ്ങനെ പോകുന്നു. ലക്ഷ്യം അറിയിച്ചു കൊടുക്കുന്നത് ആരാണ്? അല്ലാഹുവാൻ. ആ പക്ഷിയെ ഈ ഭക്ഷണം കൊണ്ടുപോയി നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കണം എന്നത് പക്ഷിയുടെ സൃഷ്ടാവായ, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു തആലയാണ് പക്ഷിക്ക് വിവരം കൊടുക്കുന്നത്. മഹാനവറുകൾ കുന്നിന്മേലേക്ക് സാഹസപ്പെട്ട് കയറി. പിന്നെ നോക്കുമ്പോ ഒരു മലങ്കാട്ടിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരുന്നു കാക്ക. അപ്പൊ മഹാനവറുകൾ അതിനനുസരിച്ച് വാഹനം താഴോട്ടിറക്കി. മലങ്കാടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ കൈയും കാലും കെട്ടി ആരോ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ആ മനുഷ്യന്റെ നാവിന്റെ ചുണ്ടിന്റെ അടുത്തിരുന്ന് ഈ പത്തിരിയിൽ നിന്ന് ഓരോ ഭാഗം കൊത്തി തൊള്ളയിലേക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കാക്ക ഇട്ടു കൊടുക്കുകയാണ്. ഇവരൊക്കെ നിർവഹിക്കുന്ന ഒരു ദൗത്യം അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഒരു കാക്കക്ക് അല്ലാഹു തആല കൊടുത്ത സന്ദേശം എത്ര വലുതാണ്. ഈ കെട്ടിയിടപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ സമീപത്ത് വന്ന് ഭക്ഷണം യഥാവിധി കൊടുക്കണമെന്നും അതിന് ഭക്ഷണം ഉള്ളയിടത്തുനിന്ന് കറക്റ്റായി ധൈര്യസമേതം എടുക്കണമെന്നും ഈ കാക്കക്ക് അല്ലാഹു തആല കൊടുത്ത സന്ദേശമല്ലേ? അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും. അത്ഭുതമാണ് സഹോദരങ്ങളെ. ഒരു കണക്ഷനും ഇല്ലാതെ ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്? ഇവിടുന്ന് പറന്നു പോകുന്ന വിമാനം, ആ വിമാനം ഒരു മണിക്കൂറിൽ എത്ര മെസ്സേജുകളാണ് ഓഫീസിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്? അത് ഇത്ര പോയിന്റിലാണ് ഇപ്പൊ കുതിക്കുന്നത് എന്ന് പരിധി വിട്ടു പോവുകയാണെങ്കിൽ വരെ ഓർമ്മപ്പെടുത്താനുള്ള സംവിധാനം ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് പറക്കുന്നത്. അഥവാ എങ്ങാനും പൊക്കുന്നതിന്റെ മുമ്പ്, കയറിപ്പോകുന്നതിന്റെ മുമ്പ് കണക്ഷൻ വിട്ടാൽ തായോട്ടെങ്ങാനും പതുക്കെ ഇടിച്ചിറക്കാനുള്ള നിർദ്ദേശമാണ്. വേറെ മാർഗമൊന്നുമില്ല. കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഇവർക്ക് കിട്ടേണ്ട സന്ദേശങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിലോ പിടുത്തം വിട്ടു എന്നാ കണക്കാക്കണം. എന്നാൽ എത്ര ദൂരം പോയാലും, ഇനി പറന്ന് 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 കുറെ അങ്ങെത്തിയാലും ക്ഷീണിക്കാതെ തന്നെ, തായോട്ട് ഉരുകി വീഴാതെ തന്നെ വളരെ കൃത്യമായി സൗന്ദര്യത്തോടെ
അതിന്റെ കാലുകളൊക്കെ ചുരുട്ടി വെച്ച് ചിറകുകളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അങ്ങനെ വന്നിരിക്കുന്നു. ആ പോക്കും വരവും നമ്മൾ നോക്കണം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും, അവർക്ക് മുകളിൽ പറക്കുന്ന പറവകളിലേക്ക് അവർ നോക്കിയിട്ടില്ലേ? സോഫാത്തിൻ, അതിന്റെ ചിറകുകളൊക്കെ വിടർത്തിയിട്ട്, വയഖ്ബിൽന, ആ ചിറകുകൾ ചുരുട്ടി വെക്കുകയും ചെയ്യുന്നു. രണ്ട് രൂപത്തിലുണ്ട് പറക്കുന്നത്, രണ്ട് രൂപത്തിലും അടിതെറ്റി വീഴുന്നില്ല. നമ്മളൊന്ന് കാല് വളഞ്ഞാൽ പിന്നെ എത്ര നമ്മളെ കഷ്ടപ്പാട് നോക്കി. നടക്കുന്നതിനിടയില് മടമ്പ് എന്തായിപ്പോയി തിരിഞ്ഞു പോയിരുന്നു. പിന്നെ അതിനു വേണ്ടി ഒന്ന് ഉളുക്കി പോയെന്ന് പറഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി എത്ര സാഹസപ്പെടണം. ഇതൊന്നിങ്ങനെ തിരിഞ്ഞിങ്ങനെ അതൊക്കെ ചുരുട്ടി വെച്ചിങ്ങനെ വരുമ്പോ ആ വരവ് കണ്ടാൽ നമ്മൾ വിചാരിച്ചു ഇപ്പൊ വീഴുന്നു. എത്ര മുകളിലാണ് പരുന്ത് പറക്കുന്നത്. ആ പരുന്ത് പറക്കുമ്പോൾ എന്തെല്ലാം ലക്ഷ്യമിട്ടിട്ടാണ് അതിന്റെ പറക്കൽ. അങ്ങനെ വട്ടിട്ട് കറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയോ? കുട്ടികളെങ്ങനെ വട്ടം കറങ്ങുമ്പോൾ നമ്മൾ പറയും അപ്പൊ പോകുട്ടോ, എന്നാ എപ്പ വീഴണം പരുന്ത്? പരുന്ത് കണ്ടില്ലേ? ഫൗഖഹും സോഫാത്തിൻ വയഖ്ബിൽന, വട്ടം എത്രയോ കറങ്ങിയിട്ടും തല കറങ്ങി വീഴുന്നുണ്ടോ? എവിടെ? എന്തൊരു അത്ഭുതകരമാണ്, വീഴുന്നില്ല. അത് അല്ലാഹു തആല നൽകുന്ന വലിയ ഖുദ്റത്ത്. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ഒരു ഉപകരണവും അല്ല ഇംസാക്ക് ചെയ്യുന്നത്, പിടിച്ചു നിർത്തുന്നത്. അന്തരീക്ഷത്തിൽ ഈ പക്ഷികളെ പിടിച്ചു നിർത്തുന്നില്ല ഇല്ലർ റഹ്മാൻ, റഹ്മാനായ റബ്ബല്ലാതെ. അവന്റെ വിശാലമായ അനുഗ്രഹമാണത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അല്ലാഹു തആല ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാ വസ്തുക്കളെയും ചരാചരങ്ങളെയും ബസീർ, നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു തആലാന്റെ ഇൽമിൽ പെടാതെ, അല്ലാഹു തആലാന്റെ അറിവിൽ ഉൾപ്പെടാതെ, നിരീക്ഷണത്തിൽ പെടാതെ ഏതെങ്കിലും ഒന്ന് രക്ഷപ്പെടും എന്ന് തോന്നരുത്. നോക്കാനും നിരീക്ഷിക്കാനും നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ അല്ലാഹു തആലാന്റെ നിരീക്ഷണത്തിന്റെ നോട്ടത്തിന്റെ കഴിവ് മനസ്സിലാക്കി. മുമ്പ് കാലത്തൊരു രാജാവ്, ആ രാജാവിന് ഒരു അടിമയോട് ഭയങ്കര സ്നേഹമാണ്. കുറെ അടിമകളുണ്ട്. അപ്പൊ ബാക്കിയുള്ള അടിമകൾക്കൊക്കെ ഈ രാജാവിന് ഈ അടിമയോടുള്ള സ്നേഹം കൊണ്ട് ആ അടിമയോട് ബാക്കിയുള്ളവർക്കൊക്കെ വെറുപ്പാണ്. ആ അടിമയാണെങ്കിൽ അവരെ കൂട്ടത്തിൽ കാണാൻ അധിക ഭംഗിയും അധിക സൗന്ദര്യവും വിറ്റാൽ കൂടുതൽ വില കിട്ടുന്ന ആളുമല്ല. കാരണം അതൊരു അത്ര കാണാനൊന്നും രൂപഭംഗിയില്ല. മറ്റുള്ളവരൊക്കെ കാണാനൊക്കെ അത്യാവശ്യമുണ്ട്, തൊഴിലൊക്കെ പഠിച്ചവരാണ്. പക്ഷെ ഈ അടിമയോട് രാജാവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആയപ്പോ അവര് എപ്പോഴും ഇതിങ്ങനെ അത്ഭുതപ്പെടും. എന്താ ഇപ്പൊ രാജാവിനെന്താ ആ അടിമയോട് അത്ര താല്പര്യം ഉണ്ടാകാൻ കാരണം? ഈ അത്ഭുതം മനസ്സിലാക്കിയ രാജാവ് ഇത് അവരെ ഒന്ന് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോ കൂടെ ശിഷ്യന്മാരുണ്ട്, രാജാവിന്റെ അടിമകളുണ്ട്, ഒക്കെ ഉണ്ട്. ദൂരെ കാണുന്ന ഒരു മലയിലേക്ക് രാജാവ് ഇങ്ങനെ തുറിച്ചു നോക്കി. കുറച്ചു നേരം നോക്കിയിട്ട് പിന്നെ രാജാവ് തല താഴ്ത്തി. ആ നോട്ടം നോക്കി തല താഴ്ത്തിയപ്പോഴേക്ക് ഈ അടിമ തന്റെ കുതിരയും എടുത്ത് ചാടിപ്പോയൊരു ചാട്ടം. രാജാവ് നോക്കുന്നുണ്ടോ, തന്നെ പറഞ്ഞേക്കുന്നുണ്ടോ, ഒന്നും നോക്കാതെ ഒരൊറ്റ ചാട്ടം ചാടി ആ മലയിലേക്ക് എത്തി. അപ്പൊ ബാക്കിയുള്ളവർ ചോദിച്ചു, എന്തിനാ അയാൾ ചാടിയത്? എന്തിനാണ് അയാൾ പോയത്? രാജാവ് വല്ലതും കൽപ്പിച്ചു? ഒന്നും പറഞ്ഞില്ലല്ലോ രാജാവ്. കുറച്ച് സമയം താമസിച്ച് അദ്ദേഹം ഒരു ഹിമക്കട്ടയുമായി അവിടെ നിന്ന് ഇങ്ങോട്ട് കയ്യിലൊരു ഹിമക്കട്ട പിടിച്ച് തിരിച്ചു വരിക. അപ്പൊ അവർ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി രാജാവിന് ഹിമക്കട്ട വേണം എന്നത്? പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അടിമ പറഞ്ഞു, ലിഅന്നഹു നളറ ഇലൈഹി, രാജാവ് നിങ്ങൾ കരുതുന്ന ചില്ലറ ആളല്ല. രാജാവ് കുറച്ചു നേരം ഈ മലയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. രാജാക്കന്മാരുടെ നോട്ടം വെറുതെ ആകൂല. ആ നോട്ടത്തിന്റെ പിന്നിലുള്ള താല്പര്യം രാജാവിന് അത് വേണം എന്നാണ്. ആ താല്പര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ചാടിയതാണ്. ഇപ്പൊ രാജാവ് പറഞ്ഞു, അടിമകളെ,
നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഈ അടിമയെ പരിഗണിക്കാനും സ്നേഹിക്കാനും കാരണം ഇതാണ്. എന്റെ നോട്ടം, ഞാൻ നോക്കുന്ന നോട്ടത്തിന്റെ പിന്നിലുള്ള താല്പര്യം എന്തെന്ന് വായിച്ചെടുക്കാനുള്ള കഴിവ് ഈ അടിമക്കുണ്ട്. നിങ്ങള് ഞാൻ തരുന്ന അങ്ങനെ ഭക്ഷിക്ക, അങ്ങനെ നടക്ക, എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക, ആ ഒരു അറിവേ നിങ്ങൾക്കുള്ളൂ. അതിനാണ് ബസ്വാറത്ത് എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തെങ്കിലും ഒരു നോട്ടം ഗുരുനാഥനോ പാപ്പയോ ഉമ്മയോ ഒക്കെ നോക്കിയാൽ ആ നോട്ടത്തിന്റെ പൊരുൾ അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതേ സമയത്ത് ഉൾക്കാഴ്ച ഇല്ലാത്തവർക്ക് അത് വായിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തിലാണ് എപ്പോഴും നിങ്ങൾ ശുഗലാകുന്നത്. രാജാവ് പറഞ്ഞു, ഫൈന്നക്കും മശ്ഗൂലൂന ബിഅൻഫുസിക്കും, നിങ്ങൾ സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകാണ്. നമുക്ക് ഇനി അവിടെ ജോലി കിട്ടിയാൽ എന്താ കിട്ടുക? ഇങ്ങനെ എന്നാ ഈ അടിമക്ക് എപ്പോഴുള്ള ശുഗല് എന്റെ വിഷയത്തിലാണ്. ഞാൻ എന്താണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത്, ഇത് നോക്കിയിട്ടാണ് അദ്ദേഹം കുതിരയും എടുത്ത് എന്റെ ഓർഡർ കാത്തു നിൽക്കാതെ ചാടി പുറപ്പെട്ടത്. അപ്പൊ അത് നിരീക്ഷണത്തിന്റെ കഴിവുള്ളവർക്കാണ്. അല്ലാഹു തആല സദാ നമ്മളെ നിരീക്ഷിക്കുകയാണ്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഈ പക്ഷികളെ മാത്രമല്ല അല്ലാഹ് നോക്കുന്നത്, അങ്ങനെ കരുതണ്ട. ഈ പക്ഷികളെ പറത്തുന്ന അല്ലാഹു തആല ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാറ്റിനെയും കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആ ഒരു ഉത്തമ ബോധം എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ വലിയ ദൃഷ്ടാന്തം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രാത്രി കണ്ണു കാണുന്ന ചില പക്ഷികൾ, പകല് കണ്ണു കാണാത്ത പക്ഷികൾ, അങ്ങനല്ലേ? പകല് കാണും, രാത്രി കാണൂല, അങ്ങനെയില്ല. നമുക്ക് രാത്രിയും കാണും, പകലും കാണും. പക്ഷെ അവരത്ര ഉൾക്കാഴ്ച കണ്ട. ആ പക്ഷികളെ പോലെയുള്ള ആ ഒരു കഴിവ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷികളെ പോലെ പറക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് ഉയർന്ന മഹാനാണ് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷികളെ പോലെ പറക്കുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി റഅയ്തു ജഅഫറൻ യതീറു മഅൽ മലായിക. ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു മലക്കുകളെ കൂടെ പറക്കുന്നുണ്ട്. ലഹു ജനാഹാനി ഖദ്റാവാൻ, പച്ച നിറത്തിലുള്ള രണ്ട് ചിറക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ജിബ്രീലിനൊക്കെ എത്ര ചിറകുണ്ട്? ഹൈ സ്പീഡിലെത്തും ജിബ്രീൽ. ഇവിടെ വിമാനം പക്ഷിന്ന് വരുന്നവരല്ല. ജിബ്രീലിന് 600 ചിറകുള്ളത്. ജിബ്രീലിന്റെ ഒരു ചിറകിന്റെ ഒരു ഭാഗം കൊണ്ട് തോണ്ടിയിട്ടതാണ് സദൂം നഗരത്തെയും ബാക്കിയുള്ള ഏണത്തിനെയും. ഒരു ചിറകിന്റെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാനും വന്ന് മൊത്തം അങ്ങോട്ട് പിടിച്ചാലോ കഥ കഴിഞ്ഞില്ലേ? 600 ചിറക് മാബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. എന്തായിരിക്കും ആ കാഴ്ച? നിങ്ങൾ നോക്കൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് പേടിച്ച് വിറച്ചു. നമ്മളത് കണ്ടാൽ പേടിച്ച് വിറക്കാൻ ഉണ്ടാകൂല, നമ്മളെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ പേടിച്ച് വിറച്ച് ബാക്കിയുള്ളത് പേടിയോടുകൂടി നമ്മൾ ഡൗൺ ആയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാനികമായ ഖുവ്വത്ത് കൊണ്ട്, അല്ലാഹു തആല കൊടുത്ത പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് തങ്ങൾക്ക് വേറൊന്നും സംഭവിച്ചില്ലല്ലോ. നമ്മളിപ്പോ അല്ലാതെ തന്നെ രാത്രി കാഴ്ച കണ്ടാൽ മനുഷ്യന്മാർ പേടിച്ചേണ്ടിരും. അതിപ്പോ ഒരു മലക്കെങ്ങാനാണ് ഇറങ്ങി വരുന്നതെങ്കിലോ കഥ കഴിഞ്ഞ തന്നെ. മലക്കിന് അല്ലാഹു തആല നൽകിയ യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കണ്ണ് നമുക്ക് തരാത്തതിന്റെ ഒരു രഹസ്യം അതാണ്. കഴിയില്ല ജീവിക്കാൻ. കേൾക്കേണ്ട ചില സൗണ്ടുകളും മറ്റൊന്നും കേൾപ്പിക്കാതെ സൗകര്യപൂർവ്വം അല്ലാഹു മറച്ചു വന്നത് ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറച്ചു വെച്ചു. നമ്മളെ നാട്ടിലെ ഒരു പള്ളിക്കലേക്ക്, ഒരു ജുമാഅത്ത് പള്ളിയിലേക്ക്, ഖബർസ്ഥാനിലെ പള്ളിയിലേക്ക് എല്ലാരും ഇങ്ങനെ നിസ്കരിക്കാൻ പോകാന്ന് കൂട്ടിക്കോളും. നിസ്കരിക്കാൻ പോകുമ്പോ ഖബർസ്ഥാനിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുന്നതിന്റെ ഒച്ച കേട്ടാൽ പള്ളിക്കലാരുണ്ടാവും? ഉണ്ടാവും. പള്ളികളൊക്കെ തായിട്ട് പൂട്ടണ്ടേ? എല്ലാ പള്ളിയും പൂട്ടണ്ടേ. ഞാൻ ജോലി എടുക്കാൻ ഒരു നിലക്കാണ്ട് പോവില്ല. അപ്പൊ കുട്ടികളെ പിന്നെ കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചു പള്ളിയൊക്കെ പോവില്ല. ഖബറിന്റെ അദാബിൽ നിന്ന് വല്ലതും കേട്ട് കഴിഞ്ഞുകയാണെങ്കിൽ കഥ കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ കാഴ്ചക്ക് കേൾവിക്കൊക്കെ പരിധി നിശ്ചയിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പക്ഷികൾക്ക് നൽകിയ കഴിവ് നമ്മൾ നന്നായി മനസ്സിലാക്കണം.
അത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ ഖുദ്റത്ത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇനി അതിനെ തുടർന്ന് അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം നോക്ക്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. നിങ്ങളിന്റെ കൂടെ ഇങ്ങനെ ആയത്ത് ഓതി ആയത്തിന്റെ അർത്ഥം ഇങ്ങനെ ഗ്രഹിക്കണം എന്ന് ഓതാനുള്ള തബാറക്കാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ കഴിവ് ഈ ആയത്തിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നു. പക്ഷികളെ പറത്തുന്നതിലൂടെ അള്ളാഹുവിന്റെ കഴിവാണ്, വേറെ ഒന്നും അതിന്റെ പിന്നിലില്ല. ഒരു മനുഷ്യനും അതിന്റെ പിന്നിൽ യുക്തിയില്ല, ഒരു ജിന്നിനും അല്ലാഹു സ്വാധീനം കൊടുത്തിട്ടില്ല. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ് അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. അല്ല, നിങ്ങൾ സൈന്യങ്ങളാക്കി വെച്ച ദേവീ ദേവതകളാണോ? യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുമെന്നോ? നിങ്ങൾ സൈന്യങ്ങളായി കരുതുന്ന ഇലാഹുകളില്ലേ, ബിംബങ്ങളില്ലേ, പ്രതിഷ്ഠകളില്ലേ, അവര് യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. ഈ റഹ്മാനായ റബ്ബിനെ കൂടാതെ, റബ്ബില്ലാതെ, റഹ്മാനില്ലാതെ നിങ്ങളെ സഹായിക്കുമെന്നാണോ ധാരണ? ഇതാരോടാ ചോദിക്കുന്നത്? ഈ അവിശ്വാസികളോട് അള്ളാഹുവിന്റെ ചോദ്യമാണ്. അല്ലാഹ് അല്ലാത്ത വേറെ ഒരു സഹായി സ്വന്തമായി സഹായിക്കാൻ ഉണ്ടെന്ന ധാരണ തെറ്റാണ്. അങ്ങനെയല്ലേ അവിശ്വാസികളുടെ വിശ്വാസം, മുശ്രിക്കുകളുടെ വിശ്വാസം. റഹ്മാനായ റബ്ബ് ഇല്ലെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് ഇലാഹുകളുണ്ട്. അല്ലാഹുവിന്റെ ചോദ്യമാണ് അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. നിങ്ങൾക്കുള്ള സൈന്യമാണ്, നിങ്ങൾക്ക് ശക്തി പകരുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്ന ഈ വിഭാഗം ആളുകൾ യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിനെ കൂടാതെ, റബ്ബിനെ മാറ്റിവെച്ച് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതേണ്ടതില്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ബാഹ്യപരമായ ആന്തരികമായ അനുഗ്രഹങ്ങൾ അത് തരാൻ ഇവകൾക്ക് കഴിവുണ്ട് എന്ന് ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനവർകളുടെ അടുത്ത് വന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൂതന്മാര് നിങ്ങളുടെ രോഗം, കുഷ്ഠരോഗം ഞങ്ങൾ മാറ്റിത്തരാം, റഹ്മാനായ റബ്ബിനോട് ദ്വാരന്നിട്ട് എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, ഹബീബുൻ നജ്ജാർ പറഞ്ഞു, ഞാനേ 70 കൊല്ലം ഇവിടെ ഇത്തിക്കാഫിരിക്കുന്നത്. എത്ര കൊല്ലം? 70 കൊല്ലം. ഞാൻ ഈ ഇത്തിക്കാഫിരിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ ഈ രോഗം മാറിക്കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ ഒരുപാട് ഇലാഹുകളുണ്ട്. അവിടെ ഈ ഇലാഹുകളൊക്കെ നോക്കിയിട്ടും എന്റെ രോഗം മാറാതെ, നിങ്ങൾ ഏകനായ ഇലാഹിനെ കൊണ്ട് നിങ്ങളാണ് ദ്വാരന്നിട്ട് എന്റെ രോഗം മാറുന്നു, മാറ്റിത്തരും. ഞങ്ങൾ വിശ്വസിക്കോ മാറ്റി തന്ന റെഡി. കാരണം 70 കൊല്ലമായി ഞാൻ ഇവിടെ ഭജനമിരിക്കുന്നു. ഈ ഇലാഹുകളോടൊക്കെ ഞാൻ എപ്പോഴും കണ്ണീരൊഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കുഷ്ഠരോഗം ഒന്ന് മാറിക്കിട്ടാൻ. സൗജന്യമായിട്ട് ഓരോ സ്ഥലത്തേക്കും ഞാൻ ഫർണിച്ചർ പ്രത്യേക രൂപത്തിൽ ഇലാഹുകളെ സംവിധാനം ചെയ്യുന്ന ആള് ഞാനാണ്. അതാണ് നജ്ജാറായത്, ആശാരിപ്പണി. മൂപ്പർക്ക് എന്തായിരുന്നു പണി? കിട്ടുന്നത് കൊണ്ടൊക്കെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം സൗജന്യമായിട്ട് ഇലാഹുകൾ നിർമ്മിച്ചു കൊടുക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും. അവർ ഉടനടി ദ്വാരുന്നു, റഹ്മാനായ റബ്ബേ ഈ മനുഷ്യന്റെ രോഗം നീ മാറ്റിക്കൊടുത്താൽ നിന്നെ വിശ്വസിക്കും. രോഗം മാറി. അവര് ദ്വാരുന്നു, തീരലും കുഷ്ഠരോഗം മാറി. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. കുഷ്ഠരോഗത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. മനുഷ്യന്റെ ഓരോ രോമക്കുത്തുകളിലും അതിന്റെ വേദന അനുഭവിക്കും. കുഷ്ഠരോഗ ഹോസ്പിറ്റല്, ഡിപ്രസീവ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ കിടക്കുന്ന ആൾക്കാര് ഒരു സ്ഥലത്ത് പോലും കിടക്കാൻ കഴിയൂല. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞു ഒരു സ്ഥലത്തും കിടക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ അപ്പോഴാണ് നമ്മൾ ഉറക്കിന്റെ കിടത്തത്തിന്റെ ശരിക്കുള്ള ആ നിഅമത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടേക്കാണ് ഓല് കിടക്കുക? പലരും പറയും കുറച്ചു നേരം ഇരിക്കുമ്പോ വേദനിക്കുമ്പോ പിന്നെ നടക്കുമ്പോ കാലിന്റെ അടിയിൽ വേദന വരുമ്പോ പിന്നെയും ഒന്ന് ഇരിക്കുമ്പോ പിന്നെയും വേദന, പിന്നെയും നടക്കും. ഒരു സ്വസ്ഥത വേണ്ടേ? രോമക്കുത്തുകളിലൂടെ അനുഭവിക്കുന്ന വേദന ചെറുതാണോ? ആ രോഗം കണ്ടാൽ നമ്മൾ കരുതും ഇതാണ് വലുത്, ക്യാൻസർ ഇതിനേക്കാളും ചെറുതാണ്. കാരണം ആ ഭാഗത്തല്ലേ ക്യാൻസറിന്റെ വേദന ഉള്ളൂ, ഇതിനൊക്കെ അനുഭവിക്കണ്ടേ?
വല്ലാത്തൊരു സംഗതിയാണ് ബർസും ജുദാമും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിച്ച രോഗങ്ങളാണല്ലോ. അല്ലാഹു നമ്മളെയും കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബർസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം എന്നവിടുന്ന് ദുആർക്കാറുണ്ട്. അല്ലാഹുവേ, ദുഷിച്ച രോഗങ്ങളൊന്നും തരാതെ നീ കാക്കണേ എന്നവിടുന്ന് ദുആർക്കാറുണ്ട്. ഈ കുഷ്ഠം ബാധിച്ച് കഴിയുന്ന ഹബീബുൻ നജ്ജാർ മഹാനവറുകളുടെ കുഷ്ഠരോഗം ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാറിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. ഉടനടി വിശ്വസിച്ചു എന്നല്ല, ആ വിശ്വാസം പ്രഖ്യാപിച്ചു. രാജാവും പരിവാരങ്ങളും കൊല്ലാൻ നിന്നപ്പോ പറഞ്ഞു, ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ, നിങ്ങൾ കേട്ടോളൂ, ഞാൻ നിങ്ങളെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ദൂതന്മാരെ മുൻനിർത്തി പറഞ്ഞു, അവരെന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ പരസ്യപ്പെടുത്തുകയാണ്. ഇന്നീദല്ല ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വന്നിട്ട് ഈ വിഷയം ഓതി തന്നിട്ട് ഞാനെങ്ങാനും സ്വീകരിക്കാതിരുന്നാൽ ഇന്നീദല്ല ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾ എനിക്ക് തന്നില്ലേ, ഞാൻ പേച്ചുപോകും. അതുകൊണ്ട് അവരെന്ത് തന്നെ എന്നെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ, ഞാൻ വിശ്വസിച്ചു, അത് നിങ്ങൾ കേട്ടോളൂ, ഉറപ്പിച്ചോളൂ, സാക്ഷിയായിക്കോളൂ. നാളെ ആഖിറത്തിൽ ഞാൻ വിശ്വസിച്ചിന് ആരൊക്കെ സാക്ഷി എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയണം ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതിനാണ് പരസ്യപ്പെടുത്തിയത്. അതുവരെ പരസ്യപ്പെടുത്തിയില്ലേ, സ്വകാര്യമായിട്ട്. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു തആലാന്റെ കഴിവ്, അങ്ങനെയുള്ള ഒരു കഴിവ് ഒന്നിനുണ്ട് എന്ന് കരുതണ്ട. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. അല്ലാഹു തആല ചോദിക്കാണ്, നിങ്ങൾക്ക് വലിയ സൈന്യങ്ങളുണ്ട്, ഏത് സൈന്യം? നിങ്ങൾ ആരാധ്യ പുരുഷന്മാർ, ഇവരൊക്കെ നിങ്ങളെ സഹായിക്കും എന്നാണോ ധാരണ? അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, നിങ്ങൾക്ക് സംഘബലമായി കാണുന്ന ഇവര് നിങ്ങളെ സഹായിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ഒരു സഹായം കിട്ടൂല. അങ്ങനെ കിട്ടണ്ടേ പണ്ട് കിട്ടണ്ടേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ രണ്ടാമത് കൊണ്ടുപോയിട്ട് അപ്പൊ ആ അത്ഭുതങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോ വരുന്ന യാത്രക്കിടെ തങ്ങളെ കാണാതെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ആകെ വിയർത്തു, പടച്ചോനെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ഏൽപ്പിച്ചാൻ കൊണ്ടുപോകല്ലേ. കാരണം ഇങ്ങനെ ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വന്ന കഥയൊക്കെ ലംറത്ത് കൂടുള്ള സഹോദരൻ പറഞ്ഞു കൊടുത്തപ്പോ ഹലീമ ബീവിയും ഭർത്താവും തീരുമാനിച്ചു, നമ്മളെടുത്ത് ഇവിടെ നിന്നിട്ട് വല്ലതും ആയിപ്പോയാൽ നമ്മൾ ഉത്തരം പറയണ്ടേ, നമ്മളാണ് കൊണ്ട് ഏൽപ്പിക്കുക. അപ്പൊ പോകുന്ന പോക്കിൽ കാണാതായി ചെയ്തു. ഹലീമ ബീവി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വയസ്സായ ആള് വന്നിട്ട് പറഞ്ഞു, എന്താ സങ്കടം എന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ ഒരു മുലയൂട്ടുന്ന കുട്ടിയെ കാണാതെ വിഷമിക്കാണ്. ആ കാണുന്ന വലിയ പടച്ചോട് പോയി പറഞ്ഞാൽ മതി പറഞ്ഞു. കാബന്റെ മുറ്റത്തുണ്ട് വലിയൊരു പടച്ചോ, ഹുബുൽ എന്നതിന്റെ പേര്, അതിനോട് പോയി പറഞ്ഞാൽ മതി. ഹലീമ പറഞ്ഞു, ഞാൻ സങ്കടത്തിലാണ്, നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ. പോയി പറഞ്ഞു നോക്കുമ്പോ യാതൊരു ജവാബില്ലാതപ്പോ ഈ മനുഷ്യനെ പിരാന്ന് വെച്ചാൽ അയാളെ തലക്കൊരടി കൊടുത്തു. ഹുബുലിന്റെ കാര്യമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് ഒരു ജവാബില്ലാതെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ ഒരു കുട്ടിനെ കാണാനായിട്ടൊരു വിഷയം വന്ന് പറഞ്ഞു നോക്കണം, ഒരു ജവാബില്ലേ, എന്നാ പിന്നെ നീ ഇവിടെ നിൽക്കണം. ഒരൊറ്റ അടി കൊടുത്തു. അതാണ് പഴയ കാലത്ത് ജാഹിലിയ കാലത്തും ഈ ജാഹിലിയത്തിന്റെ വിശ്വാസത്തിലേക്ക് വരാതെ ജീവിച്ച സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അന്നും പറയും ഇവരോട്, മക്കാരോട് പറയും, നിങ്ങൾ ഈ വിശ്വസിക്കുന്നതിലൊന്നും എനിക്ക് വിശ്വാസമല്ല. തറക്തുല്ലാത്ത വൽ ഉസ്സാ ജമീഅ കദാലിക യഫഅലു റജുലുൽ ബസീറു അറബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു. ഞാൻ ലാത്തനെ ഒഴിവാക്കി, ഉസ്സനെ ഒഴിവാക്കി, കദാലിക യഫഅലു റജുലുൽ ബസീർ, ഉൾക്കാഴ്ചയും ബുദ്ധിയുള്ള മനുഷ്യന്മാരാരും അതിന്റെ മുന്നിൽ ഒന്ന് കുമ്പിടൂല. ഒരു റബ്ബിനെയാണോ 1000 റബ്ബിനെയാണോ ഞാൻ ആരാധിക്കേണ്ടത്? ഞാൻ കാര്യം ഏൽപ്പിക്കേണ്ടത് ആർക്കാ? എന്നാ ഒരു സഹായിക്കുമെങ്കിൽ ആരെല്ലാം സഹായിക്കണം എന്നറിയാം. സുറാഖത്ത് ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടാൻ വേണ്ടി പോകുമ്പോ നബി തങ്ങളും കൂട്ടരാണ് പോകുന്നതെന്ന് വിവരം കിട്ടിയപ്പോ സുറാഖത്ത് എവിടെയുള്ളത് അറിയാം? ഖുറൈശി ക്യാമ്പിലാണ്. അപ്പൊ സുറാഖത്ത് ഇത് വന്ന ആളോട് പറഞ്ഞു, മിണ്ടല്ലേ, ഈ വാർത്ത ആരോടും മിണ്ടല്ലേ. എന്തേ? 100 ഒട്ടകം കയ്യിൽ വാങ്ങണം, ആരോടും മിണ്ടരുത്. അത് ഓലെന്നെയാണോ? ഓലായിരിക്കൂല, അത് ഏതോ കാഫിലക്കാരായിരിക്കും ഈ പറഞ്ഞ ആളെ അവിടെ പടിയടച്ച്. എന്നിട്ട് സ്വകാര്യമായിട്ട് ആ ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ വലിഞ്ഞു പോലൊന്നും കാണാതെ പതുക്കെ പുര പോയി.
പുറേ പോയിട്ട് ഒട്ടകത്തിനൊക്കെ തയ്യാറാക്കി ഇങ്ങനെ പോകുന്ന പോക്കില് ഓൽക്കൊരു സ്വഭാവമുണ്ട്. ഒരു യാത്രക്ക് പോകുമ്പോ ഓലൊന്ന് നറുക്കിടല് ഈ ദൈവങ്ങളെ പേരില്ല, അതിന് പ്രത്യേക ദൈവമുണ്ട്. നറുക്കിടുമ്പോ അനുകൂലമായിട്ട് മറുപടി കിട്ടിയാലേ പോകുള്ളൂ, അല്ലേ പോകൂല. 3 വട്ടം നറുക്കിട്ടിട്ടും പോകണ്ട നാട്ടി. 3 വട്ടം നറുക്കിട്ടു, ഇത് പോകണ പോലെ സംഗതി. പക്ഷെ പിന്നെയും പോകാൻ തുനിയാളെ കാരണം എന്താ? 100 ഒട്ടകം 100 അതാണ് പിന്നെയും പോയത്. അപ്പൊ അങ്ങനെ സഹായിക്കുമെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ സഹായിക്കണം? അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. നിങ്ങൾ സംഘബലമായി കരുതുന്ന ഈ അസ്നാമുകൾ നിങ്ങളെ സഹായിക്കുമോ അല്ലാഹനെ കൂടാതെ? റഹ്മാനായ റബ്ബ് ഉണ്ടായിട്ടല്ലേ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. അതുകൊണ്ട് ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, സത്യനിഷേധികൾ മഹാചതിയിലാണ് അവർ പെട്ടുപോയത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, സത്യനിഷേധികളല്ല ഇല്ലാ ഫീ ഗുറൂർ, മഹാചതിയിലല്ല. അവരെ വാദം അവർക്ക് ആപത്തുകൾ വരാത്തത്, അവർക്ക് ഭക്ഷണം കിട്ടുന്നത് ആലിഹത്ത് കാത്തത് കൊണ്ടാണ്. അല്ലല്ലല്ല, അള്ളാന്റെ ഹിഫ്ള് കൊണ്ടാണ്. അള്ളാന്റെ ഹിഫ്ള് എങ്ങനെ? പിന്നെ ഇവർക്ക് അള്ളാഹ് റഹ്മാനാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത്, ഈ സൂറത്തിൽ നോക്ക് നിങ്ങൾ, അവരും കൂടി അംഗീകരിച്ച് ബോധ്യപ്പെടുത്തുന്ന സിഫത്താണ് അള്ളാഹ് പറഞ്ഞത്. മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ല, അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ എങ്ങനെ? മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബാണ് നിങ്ങൾക്ക് ഇത് പിടിച്ചു വെക്കുന്നത്, റഹ്മാനായ റബ്ബാണ് ഇതൊക്കെ തരുന്നത് എന്ന് പ്രത്യേകം എണ്ണി പറയാൻ കാരണം, നിങ്ങൾക്കും റിസ്ക് തരുന്ന ആളാണല്ലോ റഹ്മാൻ, നിങ്ങൾക്കും ആരോഗ്യം തരുന്നവരല്ലേ റഹ്മാൻ. അവിശ്വാസികളെ അതൊന്ന് കേട്ടൂടേന്നാ. അതാ ഈ ആയത്തിലും മിൻ ദൂനിർ റഹ്മാൻ പിന്നെയും എണ്ണി പറഞ്ഞത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ. നിങ്ങൾ ഈ ആരാധിക്കുന്ന ഇലാഹുകളാണോ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്? അള്ളാഹു റിസ്കിനെ പിടിച്ചു വച്ചാൽ ആര് തരും? മക്കക്കാരെ റിസ്ക് മുട്ടിയിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഓല് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട്, ഞങ്ങൾ നിങ്ങളെ കുടുംബല്ലേ, ഒന്നുകിൽ അതെങ്കിലും നിങ്ങൾ പരിഗണിക്കണ്ടേ. അപ്പൊ അവിടുത്തെ കൽബ് പിന്നെ അവരാ പറഞ്ഞപ്പോ റഅഫത്ത് റഹ്മത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിച്ചോനെ, മക്കക്കാരാണ്, ഓലിന്റെ കുടുംബക്കാരാണ് സംഗതി, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. വിശ്വസിച്ചു പോയ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു കളിയാക്കിയപ്പോ യമാമയിലെ ഗോഡൌൺ പൂട്ടി, 1 ഇഞ്ച് ഭക്ഷണം മക്കത്തില്ല, ആകെ കുടുങ്ങി. ഗോതമ്പിന്റെ ഒരു മണി കിട്ടാല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ കത്തെഴുതി. എന്നാ പിന്നെ അവർ കത്ത് മദീനയിലേക്ക് എഴുതണ്ടല്ലോ, അവിടെ തന്നെ കുറെ എണ്ണല്ലേ, ഒരാണ് ചോദിച്ചാ പോരെ. മദീനയിലേക്ക് കത്തെഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളെ വിശ്വസിച്ച കാരണം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ കുടുംബക്കാരനല്ല, ഞങ്ങൾക്കുള്ള റിസ്ക് മുടക്കാനാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയിലേക്ക് ആളെ വിട്ടിട്ട് പറഞ്ഞു, സുമാമ, റിസ്ക് അത് മനുഷ്യന്റെ അവകാശമാണ്, മുടക്കാൻ പറ്റില്ല, കൊടുത്തേക്കണം. ഒരു വിശ്വസിച്ചുകൊണ്ട് കൊടുത്തല്ലത്. അല്ലാഹു തആല ചോദിക്കുന്നു, എല്ലാ കഴിവുണ്ട്, പക്ഷേ ഇൻ അംസക റിസ്ഖഹു, കൊല്ലിന്ന് തായോട്ടിറക്കാതെ അല്ലാഹ് പിടിച്ചു വെച്ചാൽ ആര് റിസ്ക് തരും? അങ്ങനെ തന്നെ തഫ്സീർ കാണാം. വലൗകാന റിസ്ഖു മൗജൂദൻ, ഭക്ഷണങ്ങളൊക്കെ ധാരാളമുണ്ട്, അധികമുണ്ട്, ഉപയോഗിക്കാൻ എളുപ്പമാണ്, കൈയുണ്ട്, പാത്രമുണ്ട്. പക്ഷേ ഭക്ഷിക്കുന്ന ആളുകളെ തൊള്ളയിൽ വെച്ചപ്പോ വിഴുങ്ങാനുള്ള കഴിവ് അല്ലാഹ് പിടിച്ചു വെച്ചാൽ ആര് തരും? ആകാശഭൂനിവാസികളിലെ ഒരൊറ്റ കുട്ടിക്കും തായോട്ടും നറുക്കി കൊടുക്കാൻ ഒരു പഴുതും ഇല്ല. വെള്ളം തായോട്ടിറങ്ങുന്നില്ല, ആര് തരും പഴുത്? ഭക്ഷണം തായോട്ട് പോകുന്നില്ല, ഇന്നംസക റിസ്ഖ, അല്ലാഹ് പിടിച്ചു വെച്ചാൽ പിന്നാര് നിവർത്തി തരും? അതുകൊണ്ട് സത്യനിഷേധികൾ പെട്ടതുപോലെ നമ്മൾ പെടരുത്. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, അവര് മഹാചതിയിലാണ് വിട്ടുപോയത്. ഇത് തിരിയാഞ്ഞിട്ടല്ല, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു അല്ല, അവര് പ്രവേശിച്ചു, ഫീ ഉതുവ്വിൻ, ധിക്കാരത്തിലും, വനുഫൂർ, മാത്സര്യ ബുദ്ധിയിലും, സത്യത്തോടുള്ള വെറുപ്പിലും. സത്യം പറഞ്ഞാൽ അവർ കേൾക്കൂല, സ്വീകരിക്കൂല, അള്ളാഹുവിനെ വിശ്വസിക്കാൻ കൂട്ടാക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ത്വയ്റ് എന്ന് പറഞ്ഞത് ഒരു സാമ്പിളാണ്. അങ്ങനെ നോക്കി പഠിക്കാൻ അല്ലാഹു തആല പലതും വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി റബ്ബിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا
وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم وبجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم من أمسك رزقه بل لجوا في عتو ونفور صدق الله العظيم صدق وصدق وبلغ رسوله النبي الكريم.